ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്തിന്റെ ആദരണീയനായ ബഹുമാന്യനായ MP ആണ്. മുഖ്യപ്രഭാഷണം നടത്തുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ AKL പണിക്കർ അവരാണ്. ഈ പ്രതിഷേധ ധർണയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആദരണീയനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ N പ്രതീഷ് അവരാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ റോയൽ ജോർജ് ബേക്കേഴ്സ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് KHRയുടെ കോട്ടയം ജില്ലയിലെ മെമ്പർമാരെ, ഞങ്ങളെ ശ്രമിക്കുന്ന ഏറ്റവും ആദരനായിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളെ, ഇന്ന് ഈ പ്രതിഷേധ മാർച്ചും ധരണയും എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നിങ്ങളുടെയൊക്കെ മുമ്പിലുണ്ടാവും. നമുക്കറിയാം, കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് സംസ്ഥാനത്ത് നടക്കുന്ന വിലക്കയറ്റം സാധാരണ ജനങ്ങളെയും സാധാരണ വ്യവസായം ചെയ്യുന്ന കട ഉടമകളെയും അവരുടെ മുമ്പോട്ടുള്ള ജീവിതം റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇന്ന് പ്രതിഷേധ ധർണ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ കോട്ടയം ജില്ലയിൽ ഇന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് സാധിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, നമ്മൾ ഒരു സർക്കാരുകൾക്കും എതിരല്ല, പക്ഷെ നമുക്കും ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലവസരം നൽകുന്ന വ്യവസായങ്ങളിലൊന്നാണ് ഹോട്ടൽ മേഖല. ഓരോ ഹോട്ടലുകളിലെയും പ്രതിനിധീകരിച്ച് അനേകായിരം കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഈ കുടുംബ മേഖലയെ സംരക്ഷിക്കുന്ന ഒരു നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, കേരളം ആകെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നിരവധി കടകളാണ് ഹോട്ടൽ റെസ്റ്റോറന്റ് എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 മാസം അല്ലെ 2 മാസം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ പൂട്ടിക്കിടക്കുന്ന നിരവധി കടകളെ നമുക്ക് കാണുവാൻ സാധിക്കും. തലയോലപ്പറമ്പ് പോലെയുള്ള മേഖലകളിൽ നമുക്കറിയാം, ഹോട്ടൽ ഉപകരണങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് ഷോറൂമുകളുണ്ട്. ഇപ്പൊ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിലാണ് പുതിയ മെഷീനുകൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യം, ഈ മേഖലയ്ക്ക് ഈ അവസ്ഥ ഉണ്ടായത്? ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകൾ കലുഷമായി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. സർവീസ് മേഖലയിൽ ഇത്രയും സാധ്യതകളുള്ള, അല്ലെങ്കിൽ ഇത്രയും കേരളത്തിലെ ടൂറിസം രംഗത്തെ പിടിച്ചു നിർത്തുന്ന ഒരു മേഖലയെ ഇങ്ങനെ തളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയാണോ എന്നുള്ളത് ഇവിടുത്തെ സർക്കാരുകൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 5 വർഷം മുമ്പ്, 5 വർഷത്തെ വേണ്ട, നമുക്ക് 2 വർഷം മുമ്പ് ഉള്ള പലചരക്ക്, പച്ചക്കറി, മത്സ്യമാംസം ജീവിക്കുന്നതിന് വേണ്ടി ഒരു സമരത്തിലേക്ക് ഇറങ്ങിയ ഒരു വിഭാഗമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന KHRയുടെ അംഗങ്ങൾ. ജാതി, മത, വർഗ വ്യത്യാസം, പ്രായ വ്യത്യാസമില്ലാതെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് സ്വയം തൊഴിൽ കണ്ട് സ്വന്തമായ ഒരു അഡ്രസ് ഉണ്ടാക്കി ആ അഡ്രസ്സിൻ്റെ മുകളിൽ വ്യാപാരം നടത്തുന്ന ഒരു വിഭാഗമാണ് ഇടത്തരം ചെറുകിട ഹോട്ടൽ മേഖല. ഇന്ന് അനവധി പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു വിഭാഗത്തിൻ്റെ വ്യാപാര മേഖലയുടെ ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് ഓരോ ദിവസവും ഓരോ മണിക്കൂറും കഴിഞ്ഞു പോകുന്ന ഒരു വിഭാഗമാണ്. പുതിയ ആളുകൾക്ക് ലൈസൻസ് പുതിയ വ്യാപാരാതിരിക്കുകയോ ചെയ്താൽ ആ സാധനം പഴതാണ്, അത് പിടിച്ചെടുത്താൽ കേസല്ല. കോട്ടയം ജില്ലയുടെ ഏറ്റവും ആരാധ്യനായ MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിനെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ താളം ചിന്തിക്കുന്നതിൻ്റെ അധ്യക്ഷൻ പ്രതീക്ഷ.
ആഭിമുഖ്യത്തിൽ അവശ്യ സാധന വില വർധനവിനെതിരെ ഇന്നിവിടെ റെഡ് ക്രോസ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന ഈ ധർണയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെയും അംഗങ്ങളെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുക. നടക്കാൻ ഒക്കെ വേണ്ടി, എന്നാൽ അവരുടെ ഒരു ജീവിതമാർഗം കൂടിയാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോവുക. ഇന്നത്തെ കാലഘട്ടത്തിൽ വിലക്കയറ്റം സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ളൊരു ചർച്ച നടത്തണം പാർലമെന്റിൽ. അതിന് പരിഹാരം കാണാനുള്ള ആവശ്യം ഗവൺമെന്റ് മുൻപായി കൊണ്ടുവരണമെന്നുള്ളത് ഇന്ത്യ മുന്നണി യോഗത്തിൽ ഈ കാര്യം ഉന്നയിച്ച് അതുകൂടി നടപ്പിലാക്കാനായിട്ടുള്ള പരിശ്രമം നടത്തുമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളിവിടെ നടത്തുന്ന ഈ ധർണയ്ക്ക് പ്രതികൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാർത്ത അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, അഭിവാദം. പ്രവർത്തിക്കുന്നവരാണ്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങളും ഇതിൽ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. നമ്മുടെ ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത് സേഫ് ഫുഡാണ്. ആ സേഫ് ഫുഡിൻ്റെ അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അപ്പം തന്നെയാണ് അതിൻ്റെ റിസൾട്ട്. അവരുടെ നാവിൽ, ഒരു കസ്റ്റമറുടെ നാവിൽ ഈ സാധനം ചെല്ലുമ്പോൾ അതിൻ്റെ റിസൾട്ട് അപ്പം തന്നെ നമ്മുടെ ചെവിയിലെത്തുന്ന ആ ഒരു മേഖല എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഭക്ഷ്യമേഖല. അതിൽ തന്നെ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ സന്നദ്ധമായ ഒരു പ്രവൃത്തിയാണ് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ഇതിൻ്റെ വിലക്കയറ്റത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരാതി കിട്ടുന്നതും നമ്മളെപ്പോലെ ഉള്ളവർക്കാണ്. ഒരു സാധനത്തിൻ്റെ വില എന്തുമാത്രം കൂടി കുറഞ്ഞു എന്നുള്ളതിനെ പറ്റി അപ്പം തന്നെ ധർണയുടെ അധ്യക്ഷനും ജില്ലാ പ്രസിഡന്റുമായ ശ്രീ പ്രതീക്ഷ, ഏറെ പ്രിയങ്കരമായ എടുത്തിട്ട് നിങ്ങൾക്ക് ലൈസൻസ് തരുമെന്ന് പറഞ്ഞാൽ ആ ബിൽഡിംഗ് പണി